ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്മൈൽ വിത്ത് കുട്ടൂസൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് കുരുമുളക് എങ്ങനെയാണ് ഉണക്കിയെടുക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ പിടിച്ച കുരുമുളകൊക്കെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ആ കുരുമുളകൊക്കെ എങ്ങനെയാണ് ഉണക്കി ബ്ലാക്ക് കളറിലോട്ട് മാറ്റുന്നതെന്ന് ഉള്ള വീഡിയോ ആണ് ഇന്നിടാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുമല്ലോ അല്ലേ? ആദ്യം തന്നെ നമുക്ക് ഈ കുരുമുളകിനെ എല്ലാം തന്നെ വേർപെടുത്തി എടുക്കണം. അതായത് ഒരു ചാക്കിലോ വല്ലതും ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മിയ ഇതെല്ലാം അടർന്ന് ഓരോന്നായിട്ട് വേർതിരിച്ച് വരും. എന്നിട്ട് വേണം നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാൻ. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഈ അടർത്തി വെച്ചിരിക്കുന്ന കുരുമുളകൊക്കെ നമുക്ക് ആ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ കുരുമുളകിലോട്ട് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം. എന്നിട്ട് വെറും 2-3 മിനിറ്റോ മാത്രം ആ വെള്ളത്തിൽ കുരുമുളക് ഇട്ട് വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ ഈ വെള്ളം ഊറ്റിയെടുക്കണം കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ ആ കുരുമുളകിൻ്റെ ആ പച്ച നിറമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി അതിൻ്റെ നിറം ഒന്ന് മാറി വരും. ആ സമയം വേണം നമുക്ക് ഇതുകൊണ്ട് വെയിലത്തിടാൻ. ഇങ്ങനെ ഈ വെയിലത്തിട്ട് ഉണക്കുന്ന കുരുമുളകിന് നല്ല ബ്ലാക്ക് കളറായിരിക്കും. ചില കുരുമുളകൊക്കെ നമ്മൾ ഉണക്കി വരുമ്പോഴത്തേക്കും അത്ര നല്ല ബ്ലാക്ക് കളറൊന്നും കിട്ടാറില്ല. അതിൻ്റെ പച്ച നിറം ശരിക്കും പോവാത്തതുകൊണ്ട് ഈ പച്ച നിറം ഒന്ന് മങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല ബ്ലാക്ക് കളറിലെ കുരുമുളക് കിട്ടും. അതിന് ഈ വെള്ളത്തിലിട്ടിട്ട് ഉണക്കുന്നവരും ഉണ്ട്, അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഉണക്കുന്നവരും ഉണ്ട്. ഈ നല്ലൊരു ബ്ലാക്ക് ഇങ്ങനെ ഈ തിളച്ചു വരുന്ന വെള്ളത്തിലോട്ട് ഇട്ടെടുക്കുന്ന കുരുമുളകിനാണ് ഇവിടെ ഉണക്കിയപ്പോഴത്തേക്കും നല്ല കറുത്ത കളർ കിട്ടിയിട്ടുള്ളത്. നമ്മളല്ലാതെ പറിച്ച ഉടനെ തന്നെ ഡയറക്റ്റ് വെയിലത്തോട്ടിട്ടും ഉണക്കിയെടുത്തിട്ടുണ്ട്. പക്ഷെ അതിന് അത്രയും കളർ വന്നിട്ടില്ല. ഇനി നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കമൻ്റ് ഇടണം കേട്ടോ. നിങ്ങൾ ഡയറക്റ്റ് ഉണക്കിയപ്പം നന്നായിട്ട് കളർ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ. നമ്മളിവിടെ അങ്ങനെ ചെയ്തപ്പം ഒരിക്കലും അങ്ങനെ ഇത്ര നല്ല കളർ വന്നിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഈ പച്ച നിറം നന്നായിട്ട് പോയാൽ മാത്രമേ ഈ ബ്ലാക്ക് കളർ വരത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പച്ച കളർ അത്ര മങ്ങാതെ പെട്ടെന്ന് വെള്ളത്തിലോട്ട് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ എടുത്തപ്പോഴത്തേക്കും ഈ പച്ച നിറം അത്രയ്ക്ക് അങ്ങ് പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു നരച്ചൊരു ഷെയ്ഡിലാണ് ഈ കുരുമുളക് കിട്ടിയത്. നല്ല ബ്ലാക്കായി മാറിയിട്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ പച്ചപ്പ് നന്നായിട്ടൊന്ന് വാടിക്കഴിഞ്ഞാൽ ഈ നല്ല ബ്ലാക്ക് കളർ കിട്ടുമെന്ന് തോന്നുന്നു. നിങ്ങൾ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളതൊന്ന് കമൻ്റ് ഇടണം കേട്ടോ. ഈ കുരുമുളക് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ. ഇവിടെ ഇങ്ങനെ ചെയ്തപ്പോഴാണ് നല്ല ബ്ലാക്ക് കളർ കിട്ടിയത്. വെറും 2-3 മിനിറ്റ് മാത്രം ഇത് ഈ തിളച്ച് ചൂടുവെള്ളത്തിലോട്ട് ഇട്ട് വെച്ചാൽ മതി. വെന്ത് പോകരുത്. അതിനു മുമ്പ് തന്നെ നമ്മൾ ഈ കുരുമുളക് എടുത്ത് മാറ്റണം. അതായത് വാങ്ങി വെക്കണം. എന്നിട്ട് വേണം നമുക്കിത് വെയിലത്തോട്ടിടാൻ. നമ്മളെ കുരുമുളക് കുറച്ചപ്പോഴേ അന്ന് തന്നെ നമുക്കിത് ഉണക്കാൻ പറ്റിയില്ല. 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഉണക്കാനായിട്ട് എടുത്തത്. അപ്പോഴത്തേക്ക് അതിനകത്തുണ്ടായിരുന്നു നന്നായിട്ട് വിളഞ്ഞ കുരുമുളകെല്ലാം പഴുത്ത്. അപ്പം അതുകൊണ്ടാണ് ഈ ഉണങ്ങിയപ്പോഴത്തേക്ക് അതിനകത്ത് റെഡിഷ് പോലത്തുള്ള ഒരു കളർ വന്നിരിക്കുന്നത്. ആ പഴുത്ത കുരുമുളകിൻ്റെയാണ് ഇടക്കിടക്ക് അങ്ങനെ കളർ വ്യത്യാസം വന്ന് കിടക്കുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ എല്ലാം നല്ല കറുത്ത് നല്ല ബ്ലാക്ക് കളറിൽ തന്നെ ഇരുന്നേനെ. ഇതിപ്പം കുറച്ച് കുരുമുളകൊക്കെ അതിനകത്ത് പഴുത്തതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ കളർ വ്യത്യാസം വരുന്നത്. പിന്നെ നമ്മൾ ഉണക്കാനിടുമ്പോൾ ഇടക്കിടക്ക് അത് ഇളക്കി ഒന്ന് കൊടുക്കണം. എന്നാലാണ് അത് എല്ലാ വശവും നന്നായിട്ട് പെട്ടെന്ന് തന്നെ അത് ഉണങ്ങി കിട്ടുന്നത്.
കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ എല്ലാ കൂട്ടുകാരും നമ്മുടെ വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ അടുത്തുള്ള ബെൽ ഐക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുതേ.